അള്ളാഹു തആല മാപ്പ് ചെയ്തു തരും. വേറൊരു വിഷയം കൂടിയുണ്ട്. മറ്റൊന്ന്, നാം ഒരു തെറ്റ് ചെയ്താൽ അതാരെയും അറിയിക്കരുത്. ഇന്നെങ്ങാനും സുബഹി നഷ്ടപ്പെട്ടാൽ വലിയ കാര്യത്തോടുകൂടി ളുഹറിന് പള്ളിയിൽ വന്നപ്പോ ഉസ്താദേ സുബഹിക്കരിക്കാൻ കഴിഞ്ഞില്ല, വല്ലാത്തൊരു നഷ്ടമായിപ്പോയത്. സംഗതി സത്യമാ പറഞ്ഞത്, സങ്കടം പറയാണ് ഉസ്താദിനോട്. മിണ്ടിപ്പോകരുത്, ഒരൊറ്റ കുട്ടിയോട് മിണ്ടരുത്. എന്താ അത്? നീ ദുനിയാവിൽ വെച്ച് ഒരു തെറ്റ് ചെയ്തപ്പോ ആരും അറിയരുത് എന്ന് വിചാരിച്ച് മറച്ചു വെച്ചില്ലേ, അത് കാരണം ജനങ്ങളെ കണ്ണിൽപ്പെടുന്നതും ജനങ്ങളെടുക്കൽ ആ തെറ്റ് നീ ചെയ്തത് അറിയാതെ മറച്ചു വെക്കണമെന്ന് വിചാരിച്ച് നീ സൂക്ഷിച്ചു വെച്ചപ്പോ, സ്വകാര്യമാക്കി വെച്ചപ്പോ, ഞാൻ നിന്റെ ദോഷങ്ങളെ ഇന്ന് സ്വകാര്യമാക്കി വെച്ചു. ഞാൻ ഒരു തെറ്റ് ചെയ്തു, അത് നിങ്ങളറിഞ്ഞു. നാളെ പരലോകത്ത് അള്ളാഹ് പുറത്തു തരൂല. മറ്റൊരാള് അറിഞ്ഞ തെറ്റ് അള്ളാഹ് പൊറുക്കില്ല. അതുകൊണ്ട് തന്നെ റമളാൻ മാസം ഒരു നോമ്പ് മനുഷ്യന് നഷ്ടപ്പെട്ടാൽ ആരോടും പറയരുത് ഇന്നെനിക്ക് നോമ്പില്ലായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ഏതായാലും നോമ്പില്ലല്ലോ എന്ന നിലക്ക് ബീഡിയും വലിച്ച് സിഗരറ്റും വലിച്ച്, അതല്ലെങ്കിൽ ചായ കുടിച്ച് ഓപ്പണായും ജനങ്ങളെ മുമ്പിലൂടെ നടക്കരുത്. അത് മറച്ചു വെക്കണം. എനിക്ക് നോമ്പില്ലാത്ത വിവരം, രോഗം കാരണം നോമ്പ് ഉപേക്ഷിക്കാമല്ലോ. ഒരാൾക്ക് രോഗമായതുകൊണ്ട് നോമ്പ് നോറ്റില്ല, ഒരു കാരണത്തിന് വേണ്ടിയാണ്, അല്ലാഹു അവനെ ശിക്ഷിക്കുകയില്ല. അതേ സമയത്ത് എനിക്ക് നോമ്പില്ല, ഞാനൊരു കാരണത്തിനാണ് മുറിച്ചത് എങ്കിൽ പോലും പെണ്ണുങ്ങൾക്ക് നോമ്പില്ലാതിരിക്കാം. റമളാൻ മാസത്തിന് മെൻസസ് ആയാൽ പെണ്ണുങ്ങൾക്ക് നോമ്പ് നോൽക്കൽ ഹറാമല്ലേ? ഇരിക്കുന്ന എന്തായാലും നോമ്പില്ല. മക്കൾ അറിഞ്ഞാൽ എന്താ? മക്കൾ അറിയരുത്. മെൻസസ് കാരണം ശർഅ് വിട്ടുവീഴ്ച നൽകിയ നോമ്പാണെങ്കിൽ പോലും ആ വീട്ടിലെ ചെറിയ കുട്ടികൾ അറിയാതെ മറച്ചു വെക്കണം. ആ മക്കൾക്കൊരു തെറ്റിദ്ധാരണ കൊടുങ്ങും. ഈ രൂപത്തിൽ മറക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വന്തം മക്കൾ കാണരുത്. ഒരു കാരണത്തിന് വേണ്ടി ഉപേക്ഷിച്ച നോമ്പാണെങ്കിലും ഉമ്മാക്ക് നോമ്പില്ല എന്ന് മക്കൾ അറിയരുത്. തെറ്റിദ്ധാരണ ഉണ്ടാവാൻ കാരണമാകും. അതേ സമയത്ത് ആ വീട്ടിൽ തെറ്റിദ്ധാരണ ഇല്ലാത്ത മുതിർന്ന മക്കളോ ഇതൊക്കെ അറിയുന്ന മക്കള് അറിഞ്ഞു പോയത് കൊണ്ട് കുഴപ്പമില്ല. അപ്പൊ അത്രത്തോളം മറച്ചു വെക്കണമെന്ന് ഒരു നിശ്ചയം ഇസ്ലാമിനുണ്ടെങ്കിൽ, നമ്മുടെ പക്കൽ നിന്ന് ഒരു തെറ്റ് സംഭവിച്ചാൽ അത് മൂടി വെച്ചു, അത് രഹസ്യമാക്കി വെച്ചു, ആരും അറിയരുതേ എന്ന നിലക്ക് സ്വകാര്യമാക്കി വെച്ചാൽ അല്ലാഹു തആല നാളെ പരലോകത്ത് യൗമ തുബ്ലസ് സറായിർ, എന്താണ് പരലോകം? മഹ്ശർ എന്താണ്? യൗമ തുബ്ലസ് സറായിർ, എല്ലാ രഹസ്യങ്ങളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന് പറിച്ച് ചീന്തുന്ന ആ ദിവസമാണ്. ദുനിയാവിൽ എന്ത് മറച്ചു വെച്ച് ചെയ്താലും, വ്യഭിചാരം ആരും അറിയാതെ എറണാകുളത്ത് ഒരു ലോഡ്ജ് എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ കോഴിക്കോട്ടേക്ക് പോയി, ആരും പരിചയമില്ലാത്ത തിരുവനന്തപുരത്തേക്ക് പോയി, അവിടെ എന്റെ പരിചയക്കാരുമില്ല, ഒരു ലോഡ്ജ് എടുത്തു. അതിന്റെ ഉള്ളിൽ സ്വകാര്യമായി നല്ല സെക്യൂരിറ്റി ഉള്ള ലോഡ്ജാണ്. പെട്ടെന്ന് ആരും കയറി വരില്ല, പോലീസ് റെയ്ഡ് ചെയ്യാനൊന്നും വരില്ല. അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഒരു ലോഡ്ജ് എടുത്തുകൊണ്ട്, അതിന്റെ റൂം എടുത്തുകൊണ്ട് ഒറ്റക്ക് ഒരു റൂമിൽ ആരും അറിയാതെ വ്യഭിചാരം ചെയ്താൽ, അത് മറച്ചു വെച്ചാൽ തന്നെ അല്ലാഹു ഉദ്ദേശിച്ചതേ പൊറുക്കൂ. സബഉൽ മുബിഖാത്ത് പൊറുക്കുകയില്ല, വന്തോഷങ്ങൾ പൊറുക്കുകയില്ല, നസൂഹായ തൗബ ചെയ്തിട്ടില്ലെങ്കിൽ പൊറുക്കുകയില്ല. എല്ലാ രഹസ്യങ്ങളും പരലോകത്ത് വെളിച്ചമാക്കുമല്ലോ. മറച്ചു വെച്ച് നസൂഹായ തൗബ ചെയ്ത ഒരു സംഗതി അല്ലാഹു തആല വെളിപ്പെടുത്തി അവനെ വഷളാക്കൂല. ഇത് തൗബ ഉണ്ടായിട്ടില്ല, അങ്ങനെ മറച്ചു വെച്ചതാ. മറച്ചു വെച്ചാ മാത്രം പോരാ, മറച്ചു വെച്ച സംഗതിയെ മുഴുവനും വെളിച്ചത്ത് കൊണ്ടുവരും, സ്വകാര്യമായി ചെയ്തതും വെളിച്ചത്ത് കൊണ്ടുവരും. ഖൽബിന്റെ അകത്ത് സൂക്ഷിച്ച രഹസ്യങ്ങളും കൂടി നാളെ പരലോകത്ത് അല്ലാഹു വെളിച്ചത്ത് കൊണ്ടുവരും. യൗമ തുബ്ലസ് സറായിറിന്റെ നാളാണ്. ആ ലോകത്ത് അല്ലാഹു തആല മാപ്പ് ചെയ്ത് തരാൻ നല്ല ഒരു മാർഗമാണ്. പരസ്യമായി ചെയ്യരുത്. നിസ്കാരം നഷ്ടപ്പെട്ടു പോയാൽ അതാരെയും അറിയിക്കരുത്.
രോഗം കാരണം ഒരു നോമ്പ് നോൽക്കാൻ പറ്റിയില്ലെങ്കിൽ ശിക്ഷിക്കപ്പെടൂല, നോമ്പ് ഇല്ല എന്നത് മറ്റൊരാൾ അറിയിക്കരുത്. ഇതാണ് പറഞ്ഞത്, സ്വകാര്യത്തിൽ വെക്കണം. ഇങ്ങനെ മറ്റൊരു മുസ്ലിമായ മനുഷ്യന്റെ സ്വകാര്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരരുത്. ഇത്ര കഠിനമായ വിഷമം സഹിച്ചിട്ടും ബഹുമാനപ്പെട്ട ഹാത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹു, പൊട്ടൻ ഹാത്തമ എന്ന പേര് സിദ്ധിച്ചത് ആ പെണ്ണിന്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അതിന്റെ ഗുണം പരലോകത്ത് മോഹിച്ചുകൊണ്ടാണ്. ഇത് എനിക്കും നിങ്ങൾക്കും അള്ളാഹു ജീവിതത്തിൽ നിലനിർത്താനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. അങ്ങനെ പരലോകത്ത് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടേണ്ട മേഖലകൾ ചിന്തിക്കുവാനുണ്ട്. ജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ട ചില വിഷയങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. കുറെ പരലോകത്തിന്റെ ഭീകരതകൾ വിവരിക്കുന്നതിന് പകരം അവിടെ ഗുണം കിട്ടുന്ന ചില അമലുകൾ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ആമുഖമായി പറഞ്ഞു, പരലോകം പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അഭിപ്രായമുണ്ട്, അത് പറയണം ഇത് പറയണം പലതും പറയണം. അതിനൊന്നും വിശാലമായ ടൈമില്ലാത്തത് കൊണ്ട് ചില ചുരുക്ക സംഗതികൾ നിങ്ങളെ കേൾപ്പിക്കുകയും അതെങ്ങാനും ജീവിതത്തിൽ അമല് ചെയ്തുകൊണ്ട് പരലോകത്ത് രക്ഷ പ്രാപിക്കാൻ കഴിയണമേ എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത്. എനിക്കും നിങ്ങൾക്കും അതിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പരലോകത്ത് ഈ ചുട്ടുപൊള്ളുന്ന മഹ്ശറിൽ അല്ലാഹു തആല 50,000 കൊല്ലം നിൽക്കുമ്പോ നിന്ന് വിഷമിക്കുകയില്ലേ? അപ്പോൾ ഒരു കൂട്ടം മനുഷ്യന്മാരുണ്ട്, അവർക്ക് ആ നൃത്തം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന അത്രേ തോന്നൂ. നബിയുനാ റസൂലുള്ളാഹി. മഹ്ശറിലുള്ള 50,000 കൊല്ലം നൃത്തമൊന്നും അവർക്കൊരു പ്രശ്നമല്ല. 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന സമയേ തോന്നുള്ളൂ. പെട്ടെന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞ്. കാരണം അവര് വെമ്പൽ കൊള്ളുകയാണ്. അല്ലാഹുവേ, സ്വർഗം കണ്ടാ മരിച്ചത്, അതാ ദൂരത്ത് സ്വർഗം കാണുന്നു. ആ സ്വർഗത്തിന്റെ പരിമളം എത്രയോ ലക്ഷക്കണക്കിന് മൈൽ ദൂരത്തേക്ക് അടിച്ചു വീശുന്നു. ആ സ്വർഗത്തിന്റെ പരിമളം അത് കാണുന്നു. അത് കണ്ടു മരിച്ചതല്ലേ, എപ്പോഴാണോ അങ്ങോട്ട് എത്തിക്കിട്ടുക? ഈ ചിന്തയിലങ്ങ് മുഴുകി നിൽക്കുമ്പോൾ അല്ലാഹു തആല ആ സ്വാലിഹീങ്ങളായ ഖളാഅക്കാത്ത, കളവ് പറയാത്ത, വ്യഭിചരിക്കാത്ത, മദ്യപിക്കാത്ത, നാട്ടിൽ ഫിത്നയും ഫസാദും ഉണ്ടാക്കി നടക്കാത്ത അച്ചടക്കമുള്ള സമൂഹം, നല്ല വിശ്വാസം സൂക്ഷിച്ച സമൂഹം, ബിദ്അത്തിൽ ചെന്നുപെടാതെ, അള്ളാഹുവിന്റെ റസൂലിനെ ഒരു സാധാരണക്കാരനായി ചിത്രീകരിക്കാതെ, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ഔലിയാക്കന്മാര് മഹാന്മാരോട് ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മുടെ മഹത്തുക്കളായ പൂർവിക സ്വാലിഹീങ്ങൾ കൈമാറി തന്ന ആശയത്തിനുള്ളിൽ ഒതുങ്ങിക്കഴിഞ്ഞ് നിസ്കരിക്കുകയും അതിനുശേഷം ദുആ നടത്തുകയും ചെയ്തുകൊണ്ട് നല്ല ചിട്ടയോടെ ജീവിച്ച സ്വാലിഹീങ്ങൾക്ക് നാളെ പരലോകത്ത് 50,000 കൊല്ലമല്ല 2 റക്അത്ത് നിസ്കാരത്തിൻ്റെതാണ്. വേറെ ഒരു ഹദീത്തിൽ കാണുന്നു, ളുഹറിന്റെ ബാങ്ക് കൊടുത്തു, ളുഹർ നിസ്കാരം കഴിഞ്ഞാൽ അസ്ർ ബാങ്ക് കൊടുക്കുന്നത് വരെ എത്ര ടൈമുണ്ടോ ദുനിയാവില്? ഇപ്പോൾ ളുഹറിന് ബാങ്ക് കൊടുക്കുന്നത് 12:40 12:40 ബാങ്ക് വിളിച്ചാൽ 3:53 അസറിന്റെ ബാങ്ക് വിളിക്കുന്നതിനിടയിൽ എത്ര മണിക്കൂറുണ്ട്? ആ ടൈം മാത്രമേ മഹ്ശറയിലെ നൃത്തം അനുഭവപ്പെടൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ചുട്ടുപഴുത്ത ലോഹത്തകിടിന്റെ മുകളിൽ, ചെമ്പിന്റെ മുകളിൽ നഗ്നവാദങ്ങളോടുകൂടി നിൽക്കേണ്ട, പിന്നെയോ യുൻസബു ലിത്വാഇഫത്തിൻ മിനന്നാസി കറാസിയു ഹൗലൽ അർശ്, അർശിന്റെ താഴ്ഭാഗത്ത് കസേര കൊണ്ടുവന്ന് വിരിക്കും. ആ കസേരയിൽ മനുഷ്യന്മാരിരിക്കും. അവരുടെ മുഖം എന്ത് സന്തോഷമാണ്! യഫ്സഉന്നാസു വഹും ലാ യഫ്സഊൻ. എല്ലാ ജനങ്ങളും വിഷമിക്കുകയാണ്. സർവജനങ്ങളും ബുദ്ധിമുട്ടുന്ന സന്ദർഭം, ദുഃഖിക്കുന്ന സന്ദർഭം, വിഷമിക്കുന്ന സന്ദർഭം. അപ്പോഴതാ ഈ അർശിന്റെ താഴ്ഭാഗത്ത് ഒരു വിഷമവും അറിയാതെ നിൽക്കുന്ന ചില മനുഷ്യന്മാരുണ്ട്. സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന സ്വർണ്ണ കസേരകൾ വിരിച്ചുകൊണ്ട് അതിലാണ് അവരിയ്ക്കുന്നത്. ആരാണത്? 7 കൂട്ടം ആളുകളാണ്. വേറെ ഒരു ഹദീത്തില് 10 കൂട്ടരാണ് എന്ന് കാണാം. ഖുർആൻ മനഃപ്പാഠമാക്കിയവർ വന്ന്, ഖുർആൻ മനഃപ്പാഠമാക്കിയ ആളുകൾ മാത്രമല്ല, അവർ അർശിന്റെ താഴ്ഭാഗത്താണ്. ആ ഖുർആൻ മനഃപ്പാഠമാക്കിയ നമ്മുടെ കുടുംബത്തിൽ ഒരു കുട്ടി ഖുർആൻ മനഃപ്പാഠമാക്കിയാൽ ആ കുഞ്ഞിന്റെ
70 കുടുംബങ്ങളെ അർശിന്റെ താഴ്ഭാഗത്ത് അവൻ നിൽക്കുന്ന കസേരയുടെ സമീപത്തേക്ക് അണച്ചുകൂട്ടും. അത്ര പുണ്യമുള്ളതാണ്. ഖുർആൻ ഹിഫ്ളാക്കുക എന്ന് പറഞ്ഞാൽ വലിയ പുണ്യമുള്ളതാണ്. ഒരു ബാപ്പാക്ക് ഖുർആൻ ഹിഫ്ളാക്കിയ മകനുണ്ടെങ്കിൽ, ഒരു ഉമ്മാക്ക് ഖുർആൻ ഹിഫ്ളാക്കിയ മകനുണ്ടെങ്കിൽ, ആ ഉമ്മാന്റെയും ബാപ്പാന്റെയും മോന് ഖുർആൻ ഹിഫ്ളാക്കിയ ആ കുട്ടി തന്റെ കുടുംബത്തിൽപ്പെട്ട 70 ആളുകളെ, 70 കുടുംബങ്ങളെ അതാ ആ അർശിന്റെ താഴ്ഭാഗത്ത് അവൻ നിൽക്കുന്ന കസേരയിലേക്ക് പിടിച്ചു കയറ്റിയിരുത്തും എന്ന് പറഞ്ഞ ആ തണലത്ത് ഇരിക്കാൻ ഭാഗ്യം കിട്ടും. എന്തൊരനുഗ്രഹമാണ് ഖുർആൻ മനഃപ്പാഠമാക്കുക എന്നത്. ഇരിക്കട്ടെ, നമ്മുടെ കുടുംബത്തിലും ഒരാൾ ഖുർആൻ ഹിഫ്ളാക്കിയതുണ്ടാവണം. പക്ഷേ ഹിഫ്ളാക്കൽ വലിയ പുണ്യമാണ്. മറന്നുപോയാൽ ഇതിന്റെ ശിക്ഷ ഡബിളാണ്, ഭയങ്കര ഗൗരവമാണ്. നമ്മുടെ കുഞ്ഞുമക്കൾ പ്രായപൂർത്തിയാകാത്ത കാലമാണ്, ഒരു തക്ലീഫും അവർക്കില്ല, കൊച്ചുകുട്ടികളാണ്. ആ കുട്ടികളെ കൊണ്ട് ഉമ്മയും ബാപ്പയും അടിച്ചേൽപ്പിക്കുകയാണ്, മോനെ ഖുർആൻ ഹിഫ്ളാക്കിക്കോ. ഈ കുട്ടിക്ക് ബുദ്ധി ഉറക്കുന്ന കാലത്ത് ദുനിയാവിന്റെ ചുറ്റുപാടുകളിലൂടെ അല്ലെങ്കിൽ മറ്റു പഠന മേഖലകളിലൂടെ ഈ കുട്ടി അങ്ങോട്ട് വളർന്നു വരുമ്പോ ഈ കുട്ടി ചിന്തിക്കും, പഠിച്ചവനെ എന്നെ കൊണ്ട് ഹിഫ്ളാക്കിയത് സൂക്ഷിക്കാൻ കഴിയില്ലല്ലോ, അത് മറന്നു പോകാതെ സൂക്ഷിക്കണമല്ലോ. ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കണ്ട, ഒരു സൂറത്ത് മനഃപ്പാഠമാക്കിയിരുന്നു പണ്ട്. യാസീൻ പഠിച്ചിരുന്നു, ഇപ്പോൾ അതിൽ ചില ആയത്തുകൾ മറന്നുപോയി. തബാറക പഠിച്ചിരുന്നു, ഇപ്പോൾ ചില ആയത്ത് മറന്നുപോയി. 10 സൂറത്ത് താഴെ ഉള്ളത് പഠിച്ചിരുന്നു. അലംതറ കൈഫ മുതൽക്ക് താഴോട്ട് അറിയാമായിരുന്നു, സബ്ബിഹിസ്മ മുതൽ താഴോട്ട് അറിയാമായിരുന്നു. ചില സൂറത്തുകൾ മറന്നുപോയി. ആ മറന്നതിന്റെ ശിക്ഷ എത്രമാത്രം ഗൗരവമാണ്. ഖുർആൻ പഠിച്ചത് മറക്കുക എന്നത് ഭയങ്കര ശിക്ഷയുള്ള കാര്യമാണ്. അത്ര ഗൗരവമായ ശിക്ഷ മറ്റേതെങ്കിലും തെറ്റിന് ഉണ്ടോ അറിയില്ല. അത്രമാത്രം വിവരിക്കാൻ കഴിയാത്ത ശിക്ഷയുള്ള കാര്യമാണ്. ഈ കുട്ടി ചിന്തിക്കുമോ, പഠിച്ചവനെ എന്റെ വാപ്പ എന്നെ കൊണ്ട് ഖുർആൻ ഹിഫ്ളാക്കി, ഞാൻ ഒരിക്കലും അത് താങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല, എനിക്ക് ബുദ്ധിയില്ലാത്ത കാലത്ത് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് എന്ന് ഈ കുട്ടികൾ നമ്മെ പഴിക്കാതിരിക്കട്ടെ, അവരെ നമ്മെ കുറ്റപ്പെടുത്താതിരിക്കട്ടെ. നമ്മുടെ മക്കളെ കൊണ്ട് പഠിപ്പിച്ചാൽ ആ മക്കളത് മറന്നു പോകാതെ സൂക്ഷിക്കാൻ അവരെ പഠിപ്പിക്കണം, അവർക്ക് പ്രേരിപ്പിക്കണം. ഖുർആൻ ഹിഫ്ളാക്കിയ ഒരാള് അത് മറക്കാതിരിക്കണമെങ്കിൽ ഒരു ദിവസം 6 ജുസ് ഓതണം, 5 ദിവസം കൊണ്ട് ഖത്തം തീർക്കണം, 5 ദിവസം കൊണ്ട് 30 ജുസ് ഓതണം. കാരണം ഖുർആൻ അള്ളാന്റെ കലാമാണ്, ഖൽബ് ഹാദിസാണ്, ഖൽബ് സൃഷ്ടിയാണ്, റബ്ബിന്റെ സൃഷ്ടിയാണ്. ഖുർആൻ അള്ളാന്റെ സൃഷ്ടിയല്ല, ഇത് വളരെ വൈരുദ്ധ്യമുള്ളതാണ്. ഹാദിസായ ഖൽബില് ഖദീമായ കലാമായ ഖുർആൻ, അള്ളാന്റെ കലാം ഒരു സൃഷ്ടിയല്ല. ആ സൃഷ്ടിയല്ലാത്ത ഖുർആൻ സൃഷ്ടിയായ ഖൽബിന്റെ അകത്ത് ഇരിക്കൂല. ഈ ഖുർആൻ അതിന്റെ ഉള്ളിലേക്ക് വെക്കുമ്പോ കൈയെടുത്താൽ അതിങ്ങോട്ട് പൊങ്ങിപ്പോരും, പിന്നെയും വെക്കും, അതിങ്ങോട്ട് പൊങ്ങിപ്പോരും. അത് പൊങ്ങിപ്പോരാതിരിക്കാൻ അടിച്ചതിന്റെ ഉള്ളിൽ നിർത്തിയില്ലെങ്കിൽ വിദഗ്ധരായ ഹാഫിളീങ്ങൾ പറയുന്നത് 6 ജുസ് ഒരു ദിവസം ഓതിയില്ലെങ്കിൽ ഒരു ഹാഫിൾ ഖുർആൻ മറന്നു പോകാൻ എളുപ്പമാണ്, അത് സൂക്ഷിക്കാൻ വലിയ പ്രയാസമാണ്. ഹിഫ്ളാക്കുമ്പോ ശ്രദ്ധിച്ചോ, അത് വലിയ പുണ്യമുള്ള അമലാണ്. നാളെ പരലോകത്തിന്റെ ഒരു വിഷമവും അറിയണ്ട, മഹ്ശറയുടെ വിഷമങ്ങൾ അറിയണ്ട. അർശിന്റെ താഴ്ഭാഗത്ത് കസേര വിരിച്ച് ഇരിക്കാം. യഫ്സഉന്നാസു വഹും ലാ യഫ്സഊൻ.